ബിഗ് ബോസ് മലയാളം സീസൺ 7 നോമിനേഷൻ പ്രക്രിയ അവസാനിച്ച് ഏകദേശം 8 പേരോളം ഇത്തവണ എവിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്, ആരാണ് ഈ ആഴ്ച പുറത്താകുന്നത് എന്നിവിടെ പരിശോധിക്കുകയാണ്. വോട്ടിംഗ് തുടങ്ങി 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ, അതായത് 10:30 മണി മുതൽ 12 മണി വരെ പോൾ ചെയ്ത വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ രേഖയാണിത്. ഇതനുസരിച്ച് ആരാണ് മുന്നിൽ, ആരാണ് പിന്നിൽ, ആര് ഈ ആഴ്ച പുറത്തു പോകും എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. 1-ാം സ്ഥാനത്തുള്ളത് അനുമോളാണ്. ഏകദേശം 3 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നോമിനേഷനിൽ വന്ന അനുമോക്ക് 5600 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ അനുമോക്ക് നല്ല പ്രേക്ഷക പിന്തുണ ഉണ്ട് എന്നതിന് തെളിവാണ് ഈ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. 2-ാം സ്ഥാനത്ത് ശക്തമായിട്ടുള്ളൊരു മത്സരം കാഴ്ചവയ്ക്കുന്ന ഒരാളാണ് നൂറ. നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് 4500 വോട്ടാണ്. 4500 വോട്ടുകൾ നേടിയാണ് നൂറ 2-ാം സ്ഥാനത്ത് തുടരുന്നത്. നൂറയും ആദിലയും എവിക്ഷനും ഉള്ളതുകൊണ്ട് മിക്കവാറും ആദില പോകാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണെന്ന് കരുതുന്നു. 3-ാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് 3800 വോട്ടാണ്. 2 ആഴ്ച മുമ്പ് LGBTQ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ കിട്ടിയ വോട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ് ലക്ഷ്മി 3-ാം സ്ഥാനത്ത് തുടരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. 4-ാം സ്ഥാനത്തുള്ള ജിസേലിന് കിട്ടിയിരിക്കുന്നത് 3140 വോട്ടാണ്. ജിസേലും ഈ പറയുന്നത് പോലെ ആരിനില്ലാത്തത് കൊണ്ട് ആരിൻ്റെ കുറച്ച് വോട്ട് എന്തായാലും ജിസേലിന് കിട്ടും എന്നാണ് പ്രേക്ഷകർ കരുതുന്നത്. ജിസേൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് ജിസേലിന് വോട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. 5-ാം സ്ഥാനത്തുള്ള നെവിന് കിട്ടിയിരിക്കുന്നത് 2780 വോട്ടാണ്. നെവിൻ ഇടയ്ക്ക് മോക്ഷണം നടത്തുമെങ്കിലും അധികം ഫാൻ ബേസ് ഇല്ലെങ്കിലും ആളൊരു എൻ്റർടൈനർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നെവിന് പുറത്ത് ന്യൂട്രലായിട്ട് കുറച്ച് ഫാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതനുസരിച്ച് 2780 വോട്ടുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആദിലേക്ക് കിട്ടിയിരിക്കുന്നത് 2500 വോട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ 100 കൂടി എവിക്ഷന് വന്നതുകൊണ്ട് ചിലപ്പോൾ ആദില ഈ ആഴ്ച പുറത്താവാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണെന്ന് നമുക്ക് കണക്കാക്കാം. എന്തായാലും കാത്തിരുന്ന് കാണാം. 2500 വോട്ടാണ് ആദിലേക്ക് കിട്ടിയത്. അതിനുശേഷം വരുന്ന 7-ാം സ്ഥാനത്തുള്ള സാബുമാന് കിട്ടിയിരിക്കുന്നത് 2230 വോട്ടാണ്. സാബുമാൻ്റെ അവസ്ഥ വളരെ ഡേഞ്ചർ സോണിലാണ്. എന്ത് വേണോ സംഭവിക്കാം എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സാബുമാൻ 2230 വോട്ടുകൾ നേടി ബിഗ് ബോസിൽ നിന്ന് പുറത്താവാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് നമ്മുടെ ഒനിയിൽ സാബുവാണ്. ഒനിയിൽ സാബുവിന് കിട്ടിയിരിക്കുന്നത് 1890 വോട്ടാണ്. 1890 വോട്ടാണ്. ഒനിൽ സാബു ഈ പറയുന്നത് പോലെ തന്നെ ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. 0 കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നെങ്കിൽ പോകേണ്ട ഒരാളായിരുന്നു. അപ്പോൾ ഒനിൽ സാബുവാണ് ഏറ്റവും അവസാനം. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നിലവിലത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ പോകുന്നത്. ഇതനുസരിച്ചാണെങ്കിൽ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ വോട്ട് നേടി 1-ാം സ്ഥാനത്ത് വരാൻ പോകുന്നത് നമ്മുടെ അനുമോളായിരിക്കും. അനുമോൾ 100ഒക്കെയാണ് 1-2 സ്ഥാനത്ത് തുടരുന്നത്. ഏറ്റവും അവസാനം പോകാൻ പോസിബിലിറ്റി കൂടുതലുള്ളത് മറ്റാരുമല്ല, അത് നമ്മുടെ ഒനിയിൽ സാബുവോ സാബുമാനോ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഹോട്ട്സ്റ്റാറിൽ ചെന്ന് വോട്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ ആ വീട്ടിൽ നിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് വോട്ടിംഗ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.